ദൈവനാമം മഹത്വപ്പെടുത്തട്ടെ. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യ ആൾത്താരയിൽ വന്ന് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാവാൻ എനിക്ക് അനുഗ്രഹം തന്ന എൻ്റെ ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ലേഖ. ഞാൻ കരുനാഗപ്പള്ളിയിൽ നിന്ന് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് 2022 ഏപ്രിൽ 20-നാണ്. എൻ്റെ കൂട്ടുകാരിയാണ് കൃപാസനത്തിലെ പത്രം എനിക്ക് തന്നത്. പിന്നെ എൻ്റെ കണ്ണിൻ്റെ അസുഖത്താൽ സ്റ്റിറോയിഡ് കഴിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ ശരീരം നീര് വെച്ച് വികൃതമായിരുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാരിയാ പറഞ്ഞ് അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് കാര്യം പറഞ്ഞാൽ അമ്മ അതെല്ലാം മാറ്റിത്തരുമെന്നു. അതിൻ്റെ ഫലമായി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആദ്യ നിയോഗം വെച്ചത് എൻ്റെ ശരീരത്തെ നീര് മാറി എനിക്ക് പഴയ രൂപത്തിലാകാൻ വേണ്ടിയായിരുന്നു. അതുപോലെ തന്നെ ഇവിടുന്ന് കിട്ടിയ ഉപ്പും തേനും തൈലവും ഉപയോഗിച്ച് ഞാൻ ദിവസവും പ്രാർത്ഥിച്ച് അമ്മയുടെ മുന്നിൽ മുട്ടപ്പായി പ്രാർത്ഥിച്ച് എൻ്റെ നീരെല്ലാം അമ്മ മാറ്റിത്തന്നു. അതിന് അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി. അത് കഴിഞ്ഞ് എനിക്ക് ഭവനമില്ലായിരുന്നു. വാസയോഗ്യമല്ലാത്തൊരു ഭവനത്തിലായിരുന്നു 20 വർഷം കൊണ്ട് ഞങ്ങൾ കഴിഞ്ഞിരുന്നത്. ഞങ്ങൾക്കൊരിക്കലും അത് വെക്കാൻ അസാധ്യമായിരുന്നു. ഞങ്ങളെ കൊണ്ട് കഴിയില്ലായിരുന്നു അങ്ങനെ ഒരു വീട് വെക്കാൻ പോലും. എൻ്റെ ഭർത്താവിന് ഗൾഫിലാണ് ജോലിയെങ്കിൽ പോലും ആ തുച്ഛമായ ശമ്പളത്തിൽ ഞങ്ങൾക്കൊരു വീട് വെക്കാൻ ഞങ്ങൾക്ക് കഴിയില്ലായിരുന്നു. ഇവിടെ നിയോഗം വെച്ചതിൻ്റെ ഫലമായി ഞങ്ങൾ ഒരു ലോണിന് അപേക്ഷിച്ച് അമ്മ മാതാവ് ഞങ്ങളോട് പറയുന്നു ഒരു ലോൺ വെക്കുക എന്ന്. അങ്ങനെ ഞങ്ങൾ തൈലം ഉപയോഗിച്ച് കുരിശും വരച്ച് കാശുരൂപമായിട്ട് ബാങ്കിൽ ചെന്ന് ലോണ് അപേക്ഷിച്ചു. 18ാമത്തെ ദിവസം ഞങ്ങൾക്ക് ലോണ് ശരിയായി കിട്ടി. പഞ്ചായത്തിൽ നിന്ന് വീടും അനുവദിച്ച് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഭവനം കിട്ടി. അമ്മ മാതാവ് തന്ന ഭവനം. അതിന് അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. ഇത് കഴിഞ്ഞ് ഞാൻ ജപമാല റാലിയിൽ പങ്കെടുത്തു. ഒക്ടോബർ 30-നായിരുന്നു എൻ്റെ പാല് കാച്ച്. 26-ന് മുമ്പ് എൻ്റെ ഭവനം പൂർത്തീകരിച്ചു. അമ്മ എനിക്ക് തന്ന എൻ്റെ ബർത്ത്ഡേയും കൂടെ ആയിരുന്നു. എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിരുന്നു എൻ്റെ വീട്. അത് കഴിഞ്ഞ പുറമെ എൻ്റെ ഭർത്താവിന് ജോലിയില്ലായിരുന്നു. അദ്ദേഹത്തിന് 54 വയസ്സായതുകൊണ്ട് തിരിച്ച് ഗൾഫിൽ പോകാൻ കഴിവില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു. ഇവിടെ വന്നു എൻ്റെ ഭർത്താവും മുട്ടിപ്പായി പ്രാർത്ഥിച്ച് നിയോഗം വെച്ചതിൻ്റെ ഫലമായി എൻ്റെ ഭർത്താവിന് ഗൾഫിൽ ദുബായിൽ നല്ലൊരു ശമ്പളത്തിൽ ജോലിയും കിട്ടും. ഇതിന് അമ്മയ്ക്കും തിരുമാനും കോടാനുകൂടി നന്ദി. എൻ്റെ മകൻ നല്ലവണ്ണം പഠിക്കത്തൊന്നുമില്ലായിരുന്നു. സാധാരണ ഒരു കുട്ടിയായിരുന്നു. അതിലും അമ്മ നല്ല മാർക്ക് 10ാം ക്ലാസ്സിൽ നല്ല മാർക്കോടുകൂടി ജയിപ്പിച്ചു. +2-നും നല്ല മാർക്കോടുകൂടി എൻ്റെ മകനെ ജയിപ്പിച്ച് ഇപ്പോൾ ITIക്ക് പഠിക്കുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ഇവിടുന്ന് കൊണ്ടുവന്ന പത്രം വിശ്വാസ പ്രമാണം ചൊല്ലി ഒപ്പിട്ട് പ്രാർത്ഥിച്ച് എത്തേണ്ട കൈകളിൽ തന്നെ ഞാൻ കൊടുക്കും. കരുനാഗപ്പള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്ന് എല്ലാവരോടും എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞ് ആണ് എല്ലാവർക്കും ഞാൻ കൊടുക്കുന്നത്. അവരോട് പറയും ഇവിടെ അങ്ങ് വിടരുത്, ഇത് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി പ്രാർത്ഥിക്കണം, നിങ്ങൾക്ക് എനിക്ക് കിട്ടിയതിനെ പോലുള്ള അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞ് എല്ലാവർക്കും ഞാൻ കൊടുക്കുന്നത്. പിന്നെ കാരുണ്യ പ്രവർത്തനം എനിക്ക് എൻ്റെ തുച്ഛമായ വരുമാനത്തിൽ നിന്ന് ഒരംശം ഞാൻ കാശായിട്ട് എന്നെ ഒക്കുന്നത് പോലെ ഞാൻ അവർക്കെല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ആത്മീയമായ ഈ വളർച്ചയെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ ശാന്തിയും സമാധാനവും എല്ലാം. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. യെശയ്യാ 40:10. ഇത്രയും അനുഗ്രഹം തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകൂടി നന്ദി. അങ്ങാണ് എൻ്റെ ദൈവം, ഞാൻ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കും. അവിടുന്നാണ് എൻ്റെ ദൈവം, ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തും. എൻ്റെ ദൈവം എന്നുള്ളത് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പാണ്. ആ ദൈവത്തെയാണ് ഞാൻ മഹത്വപ്പെടുത്തുന്നത്. ഉടമ്പടിയിലൂടെ ദൈവത്തെ നാം സ്വന്തമായിട്ടാണ് സ്വീകരിക്കുന്നത്. കൃപാസനം മരിയൻ ഉടമ്പടി ദൈവത്തോടുള്ള ഒരു സ്നേഹ ഉടമ്പടിയാണ്. അങ്ങാണ് എൻ്റെ ദൈവം എന്ന് ഹൃദയം കൊണ്ട് സമ്മതിക്കുന്ന ഒരു ജീവിത ശൈലിയാണ് ഉടമ്പടി. സ്വന്തമാണ്. നമ്മൾ ദൈവത്തിന് സ്വന്തമാകുന്ന ഉടമ്പടി വഴിയിലൂടെയാണ്. ദൈവം ഒരാളെ സ്വന്തമാക്കുന്നതും ഉടമ്പടിയിൽ കൂടെയാണ്. ഉൽപ്പത്തി 15:15 അങ്ങനെയാണ് പറയുന്നത്. ആ ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ടാണ് അക്രൈസ്തവയായ ഈ മകൾ ലേഖ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട്
ഇന്നിവിടെ വന്ന് നിൽക്കുന്നത്. ഈ മകൾ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നത് ദേഹം മുഴുവൻ നീര് വെച്ച് ശരീരം വീർത്ത് പല ഹോസ്പിറ്റലിൽ പോയെങ്കിലും ട്രീറ്റ്മെൻ്റ് എല്ലാം ടെമ്പററി റിലീഫ് മാത്രമായിരുന്നു. അങ്ങനെയാണ് ഉടമ്പടിയിൽ വന്ന് നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ മകൾക്ക് പൂർണ്ണമായിട്ട് ഒരു രോഗസൗഖ്യം ലഭിക്കുന്നത്. വർഷങ്ങളായിട്ട് ഒരാഗ്രഹമായിരുന്നു ഒരു വീട് വേണമെന്ന്. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഇവൻ നിയോഗമായിട്ട് സമർപ്പിക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. സാധ്യമാക്കി തരുന്ന ഈശോയും അമ്മയും കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തോടെ ആ മകൾ ആ ആഗ്രഹം നിയോഗമായി സമർപ്പിച്ചു. അങ്ങനെയാണ് ഈ മകൾക്ക് പ്രാർത്ഥിച്ചതിൻ്റെ ഉടമ്പടി എടുത്തതിൻ്റെ പെട്ടെന്ന് തന്നെയാണ് ആ വീടിൻ്റെ പണി ആരംഭിക്കാൻ സാധിച്ചതും പഴയ വാസയോഗ്യമല്ലായിരുന്ന ആ വീടിൻ്റെ ആ സ്ഥിതിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഒരു നല്ലൊരു ഭവനം നിർമ്മിക്കാൻ സാധിക്കുകയും ലോൺ പാസ്സാകാൻ സാധിക്കുകയൊക്കെ ചെയ്തത് പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും ഒരു വലിയ അനുഗ്രഹമാണ്. ഉടമ്പടി വസ്തുക്കളായ ഉപ്പ് ഉപയോഗിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. വീട് പണി പെട്ടെന്ന് തീർക്കാനും ഒക്ടോബർ മാസമായ പരിശുദ്ധ അമ്മയുടെ മാസം ആ മാസം തന്നെ ഇവിടെ വന്ന് ഈശോയുടെ അമ്മയോട് നന്ദി പറഞ്ഞ് ഒക്ടോബർ 30-ാം തീയതി പുതിയ ഭവനത്തിലേക്ക് താമസിക്കാൻ സാധിക്കുകയും ചെയ്തു. അത് ഈശോയുടെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഈ മകൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഹസ്ബൻഡിൻ്റെ ജോലി ഒരു മാറ്റം വേണമായിരുന്നു, പ്രാർത്ഥിച്ചു. 54 വയസ്സുള്ള ഹസ്ബൻഡിന് വീണ്ടും ഒരു നല്ല ജോലി പ്രവേശിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ വന്ന് ഒരു ഞായറാഴ്ചയാണ് പ്രാർത്ഥിച്ചത്. ഹസ്ബൻഡും വൈഫും വന്ന് പ്രാർത്ഥിച്ചു. യോഗ്യതയില്ലെന്നറിയാം, കാരണം 54 വയസ്സാണ്. ആ യോഗ്യതയില്ല എന്നുള്ള കാരണത്താലാണ് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചത്. അതിൻ്റെ ഫലമായിട്ട് 3-ാം ദിവസം തന്നെ ഞായറാഴ്ച ഇവിടെ പ്രാർത്ഥിച്ചു. 3 ദിവസത്തിനകം അവിടുന്ന് തന്നെ ഒരു പുതിയ CV അയക്കാൻ പറയുകയും നല്ലൊരു ജോലി കൊടുത്ത് ഈശോയും അമ്മയും അനുഗ്രഹിക്കുകയും ചെയ്തെന്നാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. നമുക്ക് മെറിറ്റ് ഇല്ലാത്ത സ്ഥലത്തും സമയത്തും ഈശോയും അമ്മയും കൂടെ നിൽക്കുന്നു. നോ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. സോ അമ്മക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമുക്ക് മെറിറ്റില്ലാത്ത നിമിഷങ്ങളിലും ഈശോയും അമ്മയും ചേർന്ന് നിന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളതെന്നുള്ളതാണ് ഉടമ്പടി മക്കൾക്ക് വിശ്വസിക്കാവുന്നതും അവർക്ക് ഭയമില്ലാതെ മുന്നോട്ട് ജീവിതം നയിക്കുവാനുമുള്ള ഒരു കാരണം. അങ്ങനെയാണ് ഈ മകൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഹസ്ബൻഡ് ഇപ്പോൾ ഒരു നല്ല ജോലി ലഭിക്കുകയും എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും തരണം ചെയ്യുവാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യുന്നത്. ഈശോയും അമ്മയും നമ്മുടെ കൂടെയുള്ളപ്പോൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാം വചനം പറയുന്നത് പോലെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മരിയൻ ഉടമ്പടിയിൽ അമ്മയെപ്പോലെ നമ്മളും ദൈവത്തെ എൻ്റെ ദൈവം എന്ന് വ്യക്തിപരമായി ഏറ്റെടുക്കുവാനും ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവത്തിനെ സ്തുതിക്കുവാനും നന്ദി പറയുവാനും പ്രതിസന്ധികളെ തളരാതെ മുന്നോട്ട് പോകുവാനും ഉടമ്പടിയാണ് നമ്മളെ സഹായിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയം ദൈവത്തിന് തുറന്നു കൊടുക്കാം. എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും സാധിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ലേഖയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.